ജ്യോതികുമാർ ചാമക്കല, ആദ്യം രാഹുൽ ഗാന്ധി സഭയിൽ പറയാത്ത കാര്യത്തിലാണ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് നിങ്ങൾ വരാതിരുന്നത്? കഴിഞ്ഞ 6-ാം തീയതി വലിയ വാർത്താസമ്മേളനത്തിലൊക്കെ ഉന്നയിച്ച വിഷയം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള വിഷയങ്ങളാണ്. ഏതായാലും നീറ്റിൽ തുടങ്ങി അങ്ങോട്ട് ഒരു പെരുമഴയായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ. ഇവിടെ ഞാൻ ശിവശങ്കറൊക്കെ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സാധാരണ പങ്കെടുക്കാറുള്ളത്. വളരെ കാര്യമാത്രം പ്രസക്തമായി സംസാരിക്കുന്ന, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന അങ്ങനെയുള്ളവരെ നമ്മൾ സ്വാഭാവികമായിട്ടും മതിപ്പ് നൽകാറുണ്ട്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും വസ്തുതകളുടെയും ബാക്കപ്പോടുകൂടി സംസാരിക്കുന്നവരെ സംബന്ധിച്ച് ഇന്ന് അദ്ദേഹം എത്രമാത്രം ഡിഫൻസിലാണെന്നും അദ്ദേഹം പറയുന്നത് എന്താണ്, ബോൺ ക്രിമിനൽ അല്ലെങ്കിൽ ED ചോദ്യം ചെയ്യുമ്പോൾ ആസ്വദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞത് അതൊരു ബോൺ ക്രിമിനലിനെ പറ്റൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ന് PR ശിവശങ്കറിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോദിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമിത്ഷായുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്നാഥ് സിംഗിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇന്ന് ആ 1.5 മണിക്കൂർ നേരം സാക്ഷാൽ മോദി ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പാർലമെന്റിൽ എന്താ പറയുന്നത്, പോയിന്റ് ഓഫ് ഓർഡർ ഉൾപ്പെടെ, പോയിന്റ് ഓഫ് ഓർഡർ ആരാ വായിക്കുന്ന, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പോലും എഴുന്നേറ്റ് നിന്ന് പോയിന്റ് ഓഫ് ഓർഡർ വായിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ അനുവദിക്കരുത്. എന്തിനു വേണ്ടിയായിരുന്നു? എന്തേ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? അപ്പോൾ ഇത്രയും എങ്ങനെയായിരിക്കണം പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി കോറിയിട്ടുകൊണ്ട് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വസ്തുതാപരമായി സംസാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ നിങ്ങൾക്ക് എതിർക്കാനുണ്ടോ? അദ്ദേഹം വസ്തുതാപരമായി ഓരോ വിഷയത്തെയും എണ്ണി കൃത്യമായി പറഞ്ഞുകൊണ്ട് നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച്, മണിപ്പൂർ കലാപത്തെ സംബന്ധിച്ച്, ഞാൻ ഓരോന്നും പറയാം, അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ പറയാം, വിലക്കയറ്റത്തെ സംബന്ധിച്ച്, നോട്ട് നിരോധനത്തെ സംബന്ധിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, അഗ്നിവീറിനെ കുറിച്ച്, കാർഷിക പ്രതിസന്ധിയെ സംബന്ധിച്ച്, അയോധ്യയിൽ തോറ്റതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ദേശീയ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ട് എങ്ങനെയാകണം പ്രതിപക്ഷം, എങ്ങനെയാകണം ഭരണപക്ഷം, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്നതുൾപ്പെടെ വളരെ കൃത്യമായി കേരളത്തിലെ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണമോ, ഒരു ദേശീയ നേതാവ് എങ്ങനെയായിരിക്കണമോ അതിൻ്റെ എല്ലാ പകട്ടും അതിൻ്റെ എല്ലാ അന്തസ്സും നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ എന്തേ നിങ്ങൾ വിരളി പിടിക്കുന്നു? 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ പ്രസംഗത്തിൽ നിങ്ങൾ ഏത് ഭാഗത്തെ താങ്കൾ കണ്ടിരിക്കുന്നത്? താങ്കൾ ചോദിക്കുന്നു ഇവിടെ അദ്ദേഹം അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തെ പപ്പുവാക്കാനൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുന്നത്, ഇപ്പോൾ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ BJPയുടെ നേതാവ് ശിവശങ്കർ, അദ്ദേഹത്തിൻ്റെ വലിയ നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അദ്ദേഹം എത്ര വള്ളപ്പാട് അകലെ എത്തിയിട്ടാണ് ഇന്ന് അദ്ദേഹം മോദിയെ പോലും മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, അമിത്ഷായെ പോലും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സംസാരിച്ചതെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. സ്മൃതി, നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പോലും അപ്പോഴപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് കുത്തനെ ഇടിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ഷെയർ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലായിരുന്നോ? തലേ ദിവസം എന്താ പറഞ്ഞാൽ, ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു, നിങ്ങളെല്ലാം സ്റ്റോക്ക് വാങ്ങി വെച്ചോളൂ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ ഷെയറുകൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ? ഇതൊക്കെ വസ്തുതകളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? നിങ്ങൾ അന്വേഷിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ എന്താ പറയുന്നത് പരാതികൾ അവസാനിച്ചു എന്നാണോ? പിന്നെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അയോധ്യയിൽ BJP തോറ്റു, അത് എന്താ പറഞ്ഞത്, അത് ചോർന്നൊലിച്ചതിനെ കുറിച്ച് താങ്കൾ ചോദിക്കുമ്പോൾ അങ്ങനെ സ്മൃതിക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെയാണോ ശിവശങ്കർ മറുപടി പറയേണ്ടത്? അവിടുത്തെ മുഖ്യ കർമ്മി തന്നെ പറയുന്നു അവിടെ ചോർന്നൊലിക്കുന്നു, അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? അയോധ്യ നിങ്ങളുടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തെ നിങ്ങളൊരു ബിസിനസ്സായി കണ്ടപ്പോൾ നിങ്ങളുടെ ബിസിനസ് സീക്രട്ടായി നിങ്ങൾ കൊണ്ടുവന്നല്ലേ അയോധ്യ? പ്രധാനമന്ത്രി അല്ലേ അയോധ്യയുടെ എന്താ പറയുന്നത് രാംലീലയുടെ പവിത്രമായ കർമ്മങ്ങൾ നടത്തിയത്? നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമല്ലായിരുന്നോ? ആ പ്രദേശത്ത് തോറ്റു എന്ന് പറയുമ്പോൾ അതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? അപ്പോൾ ഇനി അടുത്ത താങ്കൾ എന്താ പറയുന്നത്, അയോധ്യയെക്കുറിച്ച് മൈക്ക് ഓഫ് ചെയ്തോന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു, സ്പീക്കർ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു, അവിടെ വലിയ ബഹളമാണ്, സ്പീക്കർ അവിടെ ഇല്ല എന്ന് പറഞ്ഞു, ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇതൊക്കെയാണോ താങ്കൾ ഇന്നത്തെ ചർച്ചയിൽ കണ്ട ഏറ്റവും മഹത്തായ കാര്യങ്ങൾ? ഇവിടെ നോക്കൂ, പിന്നെ താങ്കൾ എന്താ പറഞ്ഞേ, വ്യക്തി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടുന്ന പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അഗ്നിവീർ പദ്ധതിയുടെ നടത്തിപ്പിലെ അപാകതകളെ കുറിച്ചാ, അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പരാതിയെ കുറിച്ചാ. അദ്ദേഹം ഈ രാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ നടന്നയാളാ. അദ്ദേഹം 2 ഭാരത് ജോഡോ യാത്രകൾ നടത്തിയാളാ. അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്നയാളാ. പാർലമെന്റിൽ പോലും വരാത്ത പ്രധാനമന്ത്രിയെ പോലെയല്ല, ഇലക്ഷന് മാത്രം മൻ കി ബാത്തുമായി ഇറങ്ങുന്നയാളല്ല, ഒരു ഭാഗത്തേക്ക് മാത്രം സംസാരിക്കുന്ന ആളല്ല. വസ്തുതകൾ അത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ട്, ആരിൽ നിന്നാണോ ബോധ്യപ്പെട്ട്, അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഇന്നടത്ത് വെച്ച് ഇന്നയാളെ കണ്ടപ്പോൾ പറഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അന്വേഷിക്കുന്നേ
അവിടെ ഓഫ് ഹാൻഡായി പാർലമെന്റിൽ അത്തരത്തിൽ മറുപടി പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് നാളെയും ശ്രീ രാഹുൽ ഗാന്ധി ആൻസറബിൾ ആണ്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ള വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താങ്കൾ ഇതിന് അസ്വസ്ഥനാകുന്നത്. പിന്നെ താങ്കൾ പറയുന്നത് സാമ്പത്തികം. നിങ്ങൾ അഗ്നിവീർ ചേരുന്നതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞിരുന്ന പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞിരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത് ഈ 1 കോടി രൂപ തന്നെയാണെന്നേ. അത് നിങ്ങളുടെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പുകൾ ഉൾപ്പെടെ ഉണ്ടെന്നേ. പല ഫാക്ടേഴ്സ് വരുമ്പോൾ അതിൽ പല ഫാക്ടറികളും കണ്ടുണ്ടാവും. പലരും ഈ എന്താ സൈന്യത്തിലേക്ക് കയറുക, അതൊക്കെ സ്വാഭാവികമാണ്, അതൊരു ഫാക്ടർ. പക്ഷേ സർക്കാർ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കണ്ടേ? അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നു കാണിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അസ്വസ്ഥനാകുന്നേ? പിന്നെ മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് മണിപ്പൂർ വിഷയം താങ്കൾ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ മണിപ്പൂർ വിഷയം 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്ന് താങ്കൾ പറഞ്ഞാൽ ഒരുപക്ഷെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമെങ്കിലും ആ റൂട്ടൊന്ന് മാറ്റി പിടിക്കണ്ടേ? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമെങ്കിലും ആ റൂട്ടൊന്ന് മാറ്റി പിടിക്കണ്ടേ? മണിപ്പൂരിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചോ? അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അയോധ്യയിൽ പരാജയപ്പെട്ടത്? അതുപോലെ തന്നെയാണ് മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള വംശീയമായ കലാപം ഉണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? അപ്പോൾ താങ്കൾ ഇനി കർഷക സമരം ഈ രാജ്യത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു എന്നും നിങ്ങൾക്കത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ദോഷകരമായി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ ഇപ്പോഴും അവശേഷിക്കുകയല്ലേ? അതിനെ സംബന്ധിച്ച് പാർലമെന്റിൽ പറയുമ്പോൾ എന്തിനാ അസ്വസ്ഥരാകുന്നേ? ഞാനതാ ചോദിക്കുന്നത്. എത്ര മന്ത്രിമാരാ ഒന്നിന് പിറകെ ഒന്നായി മന്ത്രിമാർ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാനിപ്പോൾ അവസാനിപ്പിക്കാം സ്മൃതി. ഇവിടെ മോദി എഴുന്നേൽക്കുന്നു. സ്പീക്കർ അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും അസ്വസ്ഥനായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ സ്പീക്കറെ നമ്മൾ ഓം ബിർളയെ കണ്ടിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമ്മളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അതുപോലെ തന്നെ അമിത്ഷാ എന്താ പോയിന്റ് ഓഫ് ഓർഡർ ആയിട്ട് എഴുന്നേക്കുക? ഇതുവരെ ഇല്ലാത്ത ഒരു പെർഫോമൻസുമായിട്ട് രാജ്നാഥ് സിംഗ് അദ്ദേഹം എഴുന്നേൽക്കുന്നു. മറുഭാഗത്ത് കിരൺ റിജിജു എഴുന്നേൽക്കുന്നു, നിഷികാന്ത് ദുബെ എഴുന്നേൽക്കുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേൽക്കുന്നു, ഭൂപേന്ദ്ര യാദവ് എഴുന്നേൽക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്രയും BJP നേതൃത്വം ഒരു പ്രതിപക്ഷ നേതാവ് 1.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തെ പരമപ്രധാനമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത്രയും അസ്വസ്ഥരാകുന്നേ? നിങ്ങൾ എന്തിനായി തടസ്സപ്പെടുത്തുന്നേ? അദ്ദേഹം പറഞ്ഞതിൽ ഭരണഘടനാ വിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുത്തു. നിങ്ങളുടെ സ്പീക്കറല്ലേ, നടപടിയെടുപ്പിക്കുന്നേ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ നിങ്ങൾ എത്രത്തോളം ഭയക്കുന്നു? ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകണമോ അങ്ങനെയായിരിക്കുന്നു. ഒറ്റ കാര്യം മാത്രം, നിങ്ങൾക്കിനി ഈ പോയിന്റ് ഓഫ് ഓർഡറുമായി എപ്പോഴും നിങ്ങളുടെ റൂളും ചട്ടവും ഒക്കെ നിങ്ങളുടെ മന്ത്രിമാരുടെ കയ്യിൽ വെച്ചേക്കാൻ പറയുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ശുഭകരമായിരിക്കില്ല. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആദ്യത്തെ ദിവസമാണിത്. നോക്കൂ, ഇവിടെ ഏറ്റവും പരമപ്രധാനമായ വിഷയം നീറ്റ്. ആ നീറ്റുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ഒറ്റ പരമപ്രധാനമായ വിഷയം. ആ നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരമപ്രധാനമായ വിഷയം അത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ എന്താ ഇതിന്റെ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിന്റെ നന്ദിപ്രമേയ ചർച്ചയാണ്. ആ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇത് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ആ നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട്. ഇവിടെ നിങ്ങൾ കരുതിയതുപോലെ അങ്ങനെ എന്തും നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു നിങ്ങളുടെ മുഖം. നിങ്ങളുടെ ഇന്നത്തെ ഞാൻ ഈ നരേന്ദ്രമോദിയുടെയും പിന്നെ അതുപോലെ അമിത്ഷായുടെയും ഒക്കെ ബോഡി ലാംഗ്വേജ് എന്ന് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് സ്മൃതി ഗോദ്രയിൽ നിന്ന് കത്തിയ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് കത്തിയ ആ ട്രെയിനിന്റെ ബോഗികളുടെ പിക്ചറാണ് എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് അവരുടെ മുഖഭാവം എന്ന് കണ്ടപ്പോ. അപ്പോൾ ഇനി അത് നടപ്പില്ല, ഇനി അത് നടക്കില്ല. മാത്രമാണ് എക്സാമ്പിൾ മാത്രമാണ് കണ്ടത്. ശരി, നിസാം Debate with Smriti Parithikad.